ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കേപ്പ് ഷെയിങ് ലൈറ്റ് ഹൗസിലേക്കാണ്. ഓസ്ട്രേലിയ തന്നെ വളരെ പഴയൊരു ലൈറ്റ് ഹൗസാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കൂടാതെ അവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കാണാനായിട്ട് കേട്ടോ. മെയിനായിട്ടും വൈൽഡ് ബീച്ചസും കാര്യങ്ങളും, പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട്, നല്ല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. നമ്മൾ പഴയ യൂറോപ്യൻ കൾച്ചറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. തണുപ്പ് കുറവുള്ള ഒരു ഡേ ആണ്, നല്ലൊരു ഡേ ആണ്. അതെ, ചെറിയ തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ബാക്കി കാഴ്ചകൾ ഇങ്ങനെ പോകുന്ന വഴി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക്. എന്തായാലും നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഡ്രൈവ് ആയിരുന്നു കേട്ടോ. മരമെല്ലാം ഒരുമാതിരി ഉണങ്ങി നിൽക്കുന്നല്ലേ വിന്റർ ആയപ്പോഴേക്കും. ഇനി മറ്റേ ഇതൊക്കെയാണ്, ഓട്ടം സീസൺ ആണ്, നല്ല രസമാണ്. നമ്മളിപ്പോൾ ഏകദേശം എത്താറായി കേട്ടോ. ഇനി വെറും 5 മിനിറ്റ് കൂടി മാത്രം. 5 മിനിറ്റ് കൂടെ. അതെ, നല്ല വെതർ ആട്ടോ ഇറങ്ങാൻ. അതെ, കണ്ടിട്ട് നല്ല രസമുണ്ട്, വെയിലൊക്കെ ആയിട്ട്. അതെ. അങ്ങനെ അവസാനം നമ്മുടെ 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മളിതാ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, കണ്ടില്ലേ? നമ്മുടെ ഈ റൂട്ടിൻ്റെ മേളിലായിട്ടാണ് കേട്ടോ. അത്രയും ഹൈറ്റിൽ നമുക്ക് ഇവിടുന്ന് കടൽ നിൽക്കുന്ന പോലെയാണ് ഇവിടുന്ന് വരുമ്പോൾ തോന്നുന്നത്. നമുക്ക് തൊട്ടപ്പുറത്ത് കടലും ചെറിയ കപ്പലും, നമ്മൾ പറഞ്ഞ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ കാണാം കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു അടിപൊളി വ്യൂ ആണ്. മാത്രമല്ല ഇതിനടുത്ത് കഫയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സംഭവമില്ല. കാരണം ആ ഒരു വൈൽഡ് ബീച്ച് സെറ്റപ്പ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. വേറെ പ്രസ്ഥാനങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് നമുക്ക് ഈ ഒരു ബീച്ചും ഇവിടുത്തെ വൈൽഡ് ലൈഫും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പോകാം. വേറെ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ. നമ്മളിവിടെ എത്തി നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അവിടെ. അപ്പോൾ നമ്മൾ ആദ്യം മാപ്പി വെച്ചത് കേപ്പ് ഷെയിങ് ആണ്. അപ്പോൾ റോഡിൽ നടക്കൊണ്ട് വണ്ടി നിർത്തി കേപ്പ് ഷെയിങ് ലൈറ്റ് ഹൗസ് വെക്കണമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. പിന്നെ തൊട്ടപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് കടലാണ്. പിന്നെ ഇതിലെ കുറച്ച് എന്താണ് പറയുന്നത്, നല്ല നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒത്തിരി അധികം സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചുറ്റും കാണുന്ന ഈ ചെടികളുണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിനകത്തൂടെ ഒത്തിരി എന്താ പറയുക, ഇവിടുത്തെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാങ്കരൂസ്, വല്ലബീസ്, അതുപോലെ തന്നെ ചെറിയ പെൻഗിനുണ്ടല്ലോ, ചെറിയ പെൻഗിൻ്റെ കൂടുമൊക്കെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം പെൻഗിനെ കണ്ടിട്ടില്ല, ഇനൂമിയ പ്രാവശ്യം വന്നിട്ടുണ്ട് പണ്ട്. അപ്പം ചിലപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം പെൻഗിനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കടലിൽ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഡോൾഫിന്, സീല്, അങ്ങനെ കുറേ ഐറ്റംസിനൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്തിനേലുമൊക്കെ കാണും എന്ന് പ്രതീക്ഷിച്ചു. ഇനിയിപ്പോൾ ഒന്നിനെ കണ്ടില്ലെങ്കിലും നമുക്കിത് ഇവിടുത്തെ ലൈറ്റ് ഹൗസും ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പം എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ നിങ്ങളെയും കാണിച്ച് നമുക്ക് പയ്യെ അങ്ങ് മുന്നോട്ട് പോകാം. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം അല്ലേ. കുറെ ട്രാക്കുകളും കുറെ വ്യൂ പോയിന്റുകളും ഉണ്ടല്ലേ ഇവിടെ. ഈ ഒരു ചെറിയ ഇടവഴി പോലത്തെ വഴികളാണ് കേട്ടോ. നല്ല രസമായിരിക്കും. ഇവിടുന്ന് മാറി കുറച്ച് നല്ല ബീച്ചസ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള. ഇവിടുന്ന് അടുത്തൊക്കെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അവിടെയും പറ്റുമെങ്കിൽ പോകണം. മാത്രമല്ല വൈൽഡ് ബീച്ചാണ്. മറ്റേ പണ്ട് കാലത്ത് അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണ് നിന്നിരുന്നത് അതുപോലെ തന്നെ കാടൊക്കെ പിടിച്ച് അങ്ങനെ ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഹൗസ് 1859 തൊട്ട് ഉള്ളതാണ് കേട്ടോ. ആ സമയത്ത് കപ്പലുകൾക്ക് വഴി കാണിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ്. അത്രയും പഴയതാണ്. അപ്പോൾ ഓസ്ട്രേലിയ തന്നെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസ് 1850. മമ്മി അത് കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്ക് അതേക്ക് പോവാം. ഒരാളാണ് ഇവിടെ കല്ലും പറക്കി ഭയങ്കര സന്തോഷം നടക്കുക. ഒരാൾ ഉറങ്ങി ഇന്നിച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ എണീറ്റ പാടെ നമ്മൾ ഇങ്ങ് വന്നു. അപ്പോൾ കൊച്ചിനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കളിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, വാ. സർഫിങ് പറ്റും, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കുമല്ലേ. എന്തൊക്കെയാണുള്ളത് ഞാൻ കറക്റ്റ് ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയുള്ള സംഭവങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഏതൊക്കെ സൈഡിലേക്ക് ഏതൊക്കെ ട്രാക്കുണ്ട്, വഴികളുണ്ട്, എവിടെയൊക്കെ പോയാലും എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഈ ഒരു ട്രാക്കിൽ കൂടെ പോകാനാട്ടോ പ്ലാൻ ചെയ്തത്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഗ്രീൻ ബുഷിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി കങ്കാരൂസ്, വല്ലബീസ്, കുറേ ജീവികളും കാര്യങ്ങളും റെപ്റ്റൈൽസും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, ബാക്കി കാഴ്ചകൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എൻ്റെ അമ്മേ, എന്തായാലും ഇങ്ങോട്ട് കയറി വന്നിരുന്ന സ്കൈയൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന്.
കുഞ്ഞെന്തായാലും ഇതുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. എന്തൊരു വ്യൂ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. നല്ല നീലാകാശവും നീലക്കടലും അല്ലേ, നീലക്കടലും. എന്തായാലും ഇവിടെ നിന്നുള്ള ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോകാം. എന്നിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് എടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ ഈ താഴേക്ക് കാണുന്ന വലതുണ്ടല്ലേ, താഴെ കൂടെയൊക്കെ കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു ട്രാക്കിൽ കൂടെയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വാ. എന്തായാലും അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടങ്ങ് നടന്നു കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാക്ക് വഴി പോയി നമുക്ക് നേരെ താഴെ കടലിൻ്റെ അടുത്ത് വരെ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നത് അടുത്ത ഒരു ലുക്കൗട്ടിലെത്തി. അപ്പോൾ ഇവർ ഓരോ സ്ഥലത്ത് ഇതുപോലെ നമുക്ക് അവിടെ നിന്നും വ്യൂ, നല്ല ബെറ്റർ ആയിട്ടുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെ ഒരു ലുക്കൗട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊട്ടകലെ കണ്ടോ, കടലിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ പച്ചപ്പുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് നടന്നിങ്ങനെ മുന്നോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തിമിംഗലത്തിനെ ഇവിടെ കണ്ടു കേട്ടോ. അതടക്കി ഇങ്ങനെ പൊങ്ങി നടക്കണല്ലേ നമ്മളെ. കാണാൻ പറ്റിയോ? ഇല്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അല്ലേ? അല്ല, നമ്മൾ പറഞ്ഞ പോലെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡോൾഫിനെയും തിമിംഗലത്തിനെയൊക്കെ കാണാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കേട്ടോ. നോക്കാം, ആരെങ്കിലും ഇനി ഒന്നും കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലുക്കൗട്ടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന പച്ചപ്പും കണ്ടില്ലേ, ആ ഒരേ ലെവലിൽ വെച്ചിരിക്കുന്ന ആ മരങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുകൂടിയാണ് കുറേ അധികം സീലുകളും ഡോൾഫിനും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ. നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബൈനോക്കുലർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു ഞാനത്. കാരണം നമ്മുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്ന, നമ്മുടെ കൂടെ അല്ല, ഇവിടെ വന്നിരിക്കുന്ന ബാക്കി ആൾക്കാരെല്ലാം കയ്യിൽ പറഞ്ഞ പോലെ ബൈനോക്കുലർ ഉണ്ട് കേട്ടോ. ബൈനോക്കുലർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സീലിനെയും വെയിലിനെയും ഷാർക്കിനെയും ഒക്കെ ഈ അകലക്കട പോകുന്ന സാധനങ്ങളൊക്കെ കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ നമുക്കെന്തായാലും വെയിലിനെ കാണാൻ പറ്റിയില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. നമ്മളധികം സമയം അവിടെ നിൽക്കാതെ നമുക്ക് താഴേക്ക് പോയി നോക്കാം. താഴെ നിന്നും ആ കടലിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമുക്കെന്തായാലും കുറച്ച് താഴേക്ക് കിടന്ന് നോക്കാം. മഴ പെയ്തിറങ്ങുന്ന അത്യാവശ്യം തെന്നിയാണ് കിടക്കുന്നല്ലേ വഴിയൊക്കെ. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ അതിനകത്തുള്ള നടപ്പം. നല്ല ഭംഗിയാണല്ലോ ഈ മരങ്ങൾ നിൽക്കുന്നത് കാണാൻ. നല്ല ഷേപ്പിൽ. താഴെയാണെങ്കിൽ ഫുള്ള് കടലും. എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അല്ലേ. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് അങ്ങ് നടന്നു താഴേക്ക് പോകണോ? കടലിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ പറ്റുമോ? നല്ല ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് കണ്ടിട്ട് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഈ സൈഡിലേക്കും കളറ്. തിര അടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. സൂക്ഷിച്ചു പോണേ. ഇവിടെ തിരിച്ചു പോകാനുള്ള വഴി അറിയാമോ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വഴികളാണല്ലോ. അപ്പോൾ നമ്മൾ നടന്നെത്തിയ ഈ സ്ഥലത്ത് നിന്ന് ഇനി താഴേക്ക് കടലിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഇത് കുറേ അധികം സ്റ്റെപ്പുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിലൂടെ പയ്യെ നടന്ന് അതിൻ്റെ അരികത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ കടലിനടുത്ത് വരെ പോകാൻ പറ്റും. അതുമാത്രമല്ല, നമ്മളിപ്പം നമ്മുടെ മുമ്പ് നടന്നവർ പറഞ്ഞു ആ വെയിൽ ഇതിലേക്ക് ഇറങ്ങി കിടപ്പുണ്ട്, കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് മൊത്തം നമുക്ക് നടന്നിറങ്ങണം. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് ആണല്ലേ. അവിടെ നിന്ന് സ്റ്റാർട്ടിങ്. കൊള്ളാം. എന്തൊക്കെ ഒരു വാണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം, എന്തായാലും പോയി കണ്ടുവരാം. അതുപോലെ തന്നെ താഴെ ആ വെയിൽ കറങ്ങി നടപ്പുണ്ടെന്നാണ് നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞത്. നമുക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. താഴെ വെയിൽ ഇപ്പോഴും കറങ്ങി നടക്കുമെന്നല്ലേ പറഞ്ഞത്. അത് മുമ്പേ നമ്മുടെ കൂടെയല്ല, നമ്മുടെ അടുത്ത് നിന്ന് ആ ചേട്ടൻ പറഞ്ഞു വന്നു വെയിലുണ്ടെന്ന്. നമുക്ക് നോക്കാം, കാണാൻ പറ്റുമോ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാണാനല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് മൊത്തം ഇറങ്ങി അങ്ങ് താഴെ കടലിനടുത്ത് വരെ പോകാം അല്ലേ. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഡ്രോണൊക്കെ ഒന്ന് പറത്തി ഡ്രോൺ വ്യൂ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. നല്ല രസമുണ്ട്. അധികം സ്റ്റെപ്പുണ്ട്. ഉടനാണ്, സൂക്ഷിച്ച് പോകണം അല്ലേ. എന്തായാലും നമുക്ക് ഡ്രോൺ വ്യൂ ഒക്കെ കണ്ടു തരാം.
കുഞ്ഞിനെ കൊണ്ട് പോക്കിച്ച് പാടാൻ തോന്നുന്നു, എന്നാലും പോ. ഇങ്ങനെ കരയുന്നേ, നീ കരയുന്നേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുഞ്ഞൊക്കെ ആയിട്ട് പയ്യെ നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇങ്ങോട്ടൊന്ന് അടിപൊളി റിവ്യൂ കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല സൂപ്പർ വ്യൂ. വെള്ളം കണ്ടോ? വെള്ളം ഒരാൾക്ക് ഇതിൽ ഇറങ്ങി ഓടണം, അതിന് വേണ്ടി കരഞ്ഞോണ്ടിരിക്കും. ചെറിയ ആഗ്രഹമൊന്നുമല്ലോ, ഒന്ന് ജമ്പ് ചെയ്തോണ്ടിരിക്കണം ഞാൻ, അല്ല ഓടണം. കരയാതെ, ഇത് വെള്ളം കണ്ടോ? വെള്ളം. ഓ, അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തേ കണ്ടോ, നല്ല രസമല്ലേ താഴേക്കുള്ള നമ്മുടെ വഴി. ഇതില് നമുക്ക് അങ്ങ് പോണം. ഒരാൾ എന്നെ കൊണ്ട് ജമ്പ് ചെയ്യിപ്പിക്കണ, ജമ്പ് ചെയ്യാ. രണ്ട് സൈഡിലോട്ട് ഇറങ്ങാമേ. വാ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വാ, ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ അധികം ദൂരം ഇല്ലെന്ന് തോന്നിയാലും ഇല്ലേ, അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. അവിടെ വരെ നല്ല ദൂരമുണ്ട്, നല്ല വർക്കൗട്ടാ. ബാ, അങ്ങനെ എന്തായാലും ഞങ്ങൾ പയ്യെ നമ്മളെ താഴത്തെ ബീച്ച് ലക്ഷ്യമാക്കി അങ്ങ് പയ്യെ നടക്കാൻ തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളങ്ങ് താഴെ കാണുന്ന ആ ഫുള്ള് പാറകൾ നിറഞ്ഞ ആ ഒരു ബീച്ചിലേക്കാണ് ഇത് പോകുന്നത് കേട്ടോ. അതിൻ്റെ പേര് പെബിൾ ബീച്ച് എന്നാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഈ സ്റ്റെപ്പ് എല്ലാം നടന്നിട്ട് വേണം പയ്യെ താഴെ എത്താനായിട്ട്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഒരു ക്ലിഫാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു രീതിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയും ഈ കാണുന്ന ആ ഒരു ഗ്രീൻ ബുഷിനകത്തൂടെ എല്ലാം പെൻഗ്വിൻ്റെ ചെറിയ കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർ ഈ സമയത്തൊന്നും അല്ല പുറത്തിറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ പെൻഗ്വിനെ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ സ്റ്റിൽ ഇതിനകത്തൂടെ ശരിക്കും നമ്മൾ കുറച്ച് സമയമെടുത്ത് എല്ലാം ഒന്ന് നോക്കിയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പെൻഗ്വിനെയും കാര്യങ്ങളെയും ഓരോ ജീവികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് നടപ്പിന് ശേഷം നമ്മൾ താഴെ നമ്മുടെ പെബിൾ ബീച്ചിൻ്റെ അടുത്തെത്തി കേട്ടോ. അടുത്തെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് ഇറങ്ങിയില്ല, പക്ഷേ നമ്മൾ നേരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. അതുകൂടാതെ തന്നെ നമ്മളിവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഈ ഒരു ബീച്ചിലും ഈ പരിസരത്തുമുള്ള എന്തൊക്കെ സാധനങ്ങളും എന്തൊക്കെ ജീവികളുണ്ടെന്നൊക്കെ ഉള്ള ഒരു ലിസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇവിടെ കുറച്ചധികം വാർണിംഗ് ബോർഡുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ഇവിടെ തിരയൊക്കെ അടിക്കാനായിട്ട് നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാനും തിരയുടെ അടുത്തൊക്കെ പോയി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പം വേണമെങ്കിലും ഈ കാണുന്ന പാറക്കെട്ടിനൊപ്പം വരെ തിര വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ആ ഒരു പാറയുടെ മേള് വരെ തിര അടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പം ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ടെല്ലാം എൻജോയ് ആയിട്ട് വരാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന പെബിൾ ബീച്ച് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഫുൾ പെബിൾസ് ആണ്, വെറുതെ അല്ല പെബിൾ ബീച്ച് എന്ന് പേര് വന്നേക്കുന്നത്. മാത്രമല്ല ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല ആഴമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെയിലൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തൂടെയാണ് പോയത്. അപ്പം അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. നിങ്ങളുടെ ഈ കാണുന്ന കുറേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കാണുന്ന വാർണിംഗ് ബോർഡ്സൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങോട്ട് ഇറങ്ങിയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക തിരയും കാര്യങ്ങളൊക്കെ. മൈക്കോൺ ഇവിടെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പെല്ലാം ഇറങ്ങി താഴെ എത്തി. ഇനി തിരിച്ച് കയറുമ്പോഴായിരിക്കും മിക്കവാറും പാട്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി നമ്മുടെ പെബിൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് അല്ലേ. ഇതിൻ്റെ അവസാനമാണ് പെബിൾ ബീച്ച്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ അധികം നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല. കാരണം ഇവിടെ നമുക്ക് വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എപ്പം വേണമെങ്കിലും നല്ല സ്ട്രോങ് തിര ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടിച്ച് കയറി വരാം. അൺസ്റ്റേബിൾ അല്ലേ. ഒരാളാണ് ആദ്യമായിട്ടല്ല ഒരാളാണ് വെള്ളമൊക്കെ കണ്ടതിന് സന്തോഷിച്ച് നിൽക്കുക. കുഞ്ഞിനൊന്നും ചാടിയെ കൊള്ളാതെ, പക്ഷെ നീന്താനൊന്നും അറിയത്തില്ലതേ ഉള്ളൂ. അതെ 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 അല്ലേ, ഇത് നല്ല രസമാണ്. സ്വിമ്മിങ് പഠിച്ചിട്ടില്ല ഞങ്ങള്. ഉടനെ പഠിക്കും. ഫുൾ പെബിൾസ് ആട്ടോ ഇവിടെ. പെബിൾ ബീച്ച് ചെറിയ ചെറിയ പാറക്കല്ലുകളാണ്. കാണാൻ നല്ല രസമില്ലേ? കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ സൈഡിലേക്ക് നോക്കിയാൽ മനസ്സിലാകും കേട്ടോ, നല്ല ആഴമുണ്ട് അവിടേക്ക്. തിര നല്ലപോലെ അടിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിവിടം വരെ എത്തി. ചെറുതായിട്ട് ഡ്രോണൊക്കെ ഒന്ന് പറത്തി. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നമുക്കിനി ഇവിടെ നടത്ത സ്ഥലത്തേക്ക് തിരിച്ചു പോകാം അല്ലേ. ഇവിടെ 2 ഫോട്ടോ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു. അത് മാത്രമല്ല ഇവിടെ എവിടെയും പെൻഗ്വിൻ്റെ കൂടുകളൊക്കെ ഈ സൈഡിലൊക്കെ കാണാൻ കേട്ടോ. പക്ഷേ ഒന്നിനെ ഞങ്ങൾ അത് നിങ്ങൾ പകല് അങ്ങനെ ഇറങ്ങത്തില്ലല്ലോ, ഈവനിങ് ടൈമിലാണ് വെട്ടം കുറയുമ്പോൾ. അപ്പം മാത്രമല്ല നമ്മൾ വന്ന സമയത്ത് തിമിംഗലം വരെ ഉണ്ടായിരുന്നു. കണ്ടാലധികം കയറ്റം തോന്നിയില്ലെങ്കിലും അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കയറ്റം കയറി നമ്മുടെ ആ ലൈറ്റ് ഹൗസിലേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യെ ലൈറ്റ് ഹൗസിലേക്ക് പൊക്കോണ്ടിരുന്ന സമയത്താണ് നമ്മൾ വെള്ളത്തിലിതാ
വെള്ളത്തിലിതാ നമ്മൾ നേരത്തെ നോക്കിയിരുന്ന ആ ഒരു തിമിംഗലം ഇതേ വെള്ളത്തിൽ കൂടെ പയ്യെ ഇങ്ങനെ നീങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കുറച്ച് നേരം നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു തിമിംഗലമല്ലായിരുന്നു, അതൊരു കൊച്ചു ബോട്ടാണ് കേട്ടോ. ആരോ ഒരു ചെറിയ ബോട്ടിൽ വരുന്നത്. എന്തായാലും നമ്മൾ ആദ്യം അതിനെ കണ്ട് നമ്മൾ വെയിലിനെ കണ്ടെന്ന് പറഞ്ഞ് ഞെട്ടി ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം നോക്കി നിന്നായിരുന്നു കേട്ടോ. മഞ്ഞ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് തീർത്ത് വീണ്ടും മേളിലെത്തിയിരിക്കുകയാണ്. പക്ഷേ പാർക്കിങ്ങിൽ എത്തിയില്ല. ഇനി ഒരു 250 മീറ്റർ നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല മടുത്തു കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് മുന്നോട്ട് നമ്മൾ നടന്നു കഴിയുമ്പോഴേക്കും ഇത്രയും നേരം നമ്മളെ പറ്റിച്ച് കറങ്ങി നടന്ന ആ ഒരു തിമിംഗലത്തെ നമ്മൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. അത് തന്നെയാണോ എനിക്കറിയത്തില്ല, കാരണം ഈ ഏരിയയിൽ ഇഷ്ടംപോലെ തിമിംഗലവും ഷാർക്കും എല്ലാം ഉണ്ട്. അപ്പം അവന് ഇതിൽ നല്ല സ്പീഡിൽ ഇതേ വെള്ളത്തിൽ കൂടെ ശരിക്കും അങ്ങ് പോവുകയാണ്. ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളായിരുന്നു, നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിമിംഗലത്തേക്കാണ് നമ്മൾ നേരെ വീണ്ടും മുന്നോട്ട് വേണം. നമുക്കിനി ലൈറ്റ് ഹൗസിലേക്ക് നേരെ പോകണം. അങ്ങനെ നമ്മൾ എന്തായാലും കുറേ നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിലെത്തി. അവിടെ നമ്മൾ തിരിച്ച് നമ്മുടെ ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ്. നമ്മൾ മെയിനായിട്ടും കാണാൻ വന്ന ആ ഒരു സ്ഥലം. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അവിടെ ഒരു മ്യൂസിയം കൂടി ഉണ്ടെന്ന് എഴുതിയേക്കുന്നത് അല്ലേ? ആ, ലൈറ്റ് ഹൗസ് മ്യൂസിയം എന്ന് എഴുതിയേക്കുന്നത്. കഫേ എന്തെങ്കിലും ഉണ്ടോ? കഫേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോഫി കുടിക്കായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. തിരിച്ച് നടന്ന് കയറിയപ്പോൾ നല്ലപോലെ വിശന്നു. ഇപ്പോൾ 2 മണിയായി. കുറച്ചധികം സമയം എടുത്തു കേട്ടോ അവിടെ വരെ പോയിട്ട് കയറി വരാൻ. 2 മണിയായി. അത്ര നേരം എടുത്തു നമ്മൾ കയറാൻ വേണ്ടി തിരിച്ചു കയറിയപ്പോൾ. അതെ അതെ അതെ. പക്ഷേ കൊള്ളാം കേട്ടോ. ലൈറ്റ് ഹൗസ് തൊട്ടടുത്താണ്. ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്താന്ന് തോന്നുന്നു. എത്ര മീറ്റർ ഉണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല, കണ്ടില്ല. മാത്രമല്ല 3-4 ലെയർ കേട്ടോണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ വെറും ടീഷർട്ടിലായി ഭയങ്കരമായിട്ട് ചൂടെടുത്തു. കുറച്ച് കഴിയുമ്പോഴേക്കും നടന്ന് വേർത്ത്. ഒരാൾ വീണ് പോയോ? ഒരു അനക്കവും ഇല്ലല്ലോ. ക്ഷീണിച്ചു. ബ്ലൂബെറി കഴിക്കും. ബ്ലൂബെറി. എന്തായാലും വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണല്ലോ നമ്മളതിൻ്റെ എൻട്രൻസ് ആണല്ലേ. 6 മണി തൊട്ട് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇൻക്രീസ്ഡ് സ്നേക്ക് ആക്ടിവിറ്റി ഇൻ ദിസ് ഏരിയ. പാമ്പുണ്ട്, സൂക്ഷിക്കുക. അയ്യോ, ശരി. അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് കണ്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കാം. പാമ്പുണ്ടെന്നുള്ള ബോർഡ് അവിടെ ഉണ്ട് വാതകത്തിന്. ഇന്റർവ്യൂ വരത്തില്ലെന്നൊരു ശുഭാപ്തി വിശ്വാസം. അതെ. അല്ല, പിന്നെ നമ്മളങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തിനാണല്ലോ നടന്നു പോകുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അതാണോ മ്യൂസിയം കാണുന്നത്? ഈ റെഡ് ബ്രിക്ക് ഹൗസ് എന്ന അതാണ് മ്യൂസിയം. ആണോ? ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ കഫേ അടച്ചിട്ടിരിക്കുക കേട്ടോ. ഇഷ്ടംപോലെ വെയിൽ ഇവിടെ വരാറുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോ കണ്ടോ, നമ്മുടെ വീഡിയോയിലും 1-2 നമ്മൾ അകലേന്ന് സൂം ചെയ്ത് കണ്ടു. വാ, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ലൈറ്റ് ഹൗസിൽ. ഒരാൾ ഇതേ കറങ്ങി നടക്കുന്നു. ഫ്ലാഗ് പിടിക്കാൻ പോവാ. നിങ്ങൾ മാച്ചിങ് ആണല്ലോ. നിങ്ങൾ നീലയായിട്ട് ഒരുപോലെ. വാ, ഇത് അത് ഒറിജിനൽ കങ്കാരുവാ കിടക്കുന്നത്. ഞാനത് പ്രതിമയാണ്. എവിടെ? 2 ഭയങ്കര കങ്കാരു കിടക്കുന്നുണ്ടോ മോളെ? ഞാൻ പെട്ടെന്ന് കങ്കാരു നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. പോലെ കങ്കാരു ഇവിടെ നിന്ന് കണ്ടാൽ മതി. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത പ്രതിമയാണ് ആൾക്കാർക്ക് കാണാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാ ഓർത്തെ. പക്ഷെ അമ്മമാര് കണ്ടില്ലേ, നല്ല സൈസുള്ള 2 അമ്മമാരാ. ഒരാളാണെങ്കിൽ ഇവിടെ കങ്കാരനെ പിടിക്കാൻ വേണ്ടി ഓടി പോവാണല്ലേ. കൊച്ചവർക്ക് നമ്മുടെ വീട്ടിലെ മറ്റേ പാവയെ പോലത്തെ സാധനമാ. തൊടാൻ വേണ്ടി പോവാണ് ഒരാൾ. പിടിച്ചു നിർത്തേക്ക് ഒരാളെ. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ചുവട്ടിലെത്തി. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ട ലൈറ്റ് ഹൗസ് പോലെ അങ്ങനെ വലിയ പൊക്കത്തിലല്ല, പക്ഷേ കടലിൻ്റെ അടുത്ത് നോക്കുമ്പോൾ നല്ല പൊക്കത്തിലാണ് കേട്ടോ. ഇതിനകത്ത് കയറാൻ പറ്റുമല്ലേ? മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണല്ലേ? നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ലുക്കൗട്ട് ഉണ്ട് കേട്ടോ. അവിടെ നല്ലൊരു ആൾക്കൂട്ടമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ വെയിൽസ് ഒക്കെ ഇത് ഈ ഭാഗത്തോടെ ഇപ്പോൾ കറങ്ങി നടപ്പുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സംഭവമാണ് കേപ്പ് ഷൈൻ ലൈറ്റ് ഹൗസ് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ല. പക്ഷേ അടിപൊളി വ്യൂ ആണ്.
ഈ പറഞ്ഞ പോലെ തൊട്ട് താഴെ തിമിംഗലം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് അതിനെ കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഇത് എൻ്റെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടോ, തിമിംഗലത്തിനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. ഈ താഴെ വെള്ളത്തിൻ്റെ ഒരു കളർ മാറ്റം അങ്ങനെ കുറച്ചായിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു, ചെറുതിനെ കണ്ടായിരുന്നു. ചെറുതിനല്ല, ചെറുതായിട്ട് അത് തന്നെ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് ഒക്കെ അത്യാവശ്യം കണ്ടിട്ട് വിശന്നിട്ട് രക്ഷയില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് കഫയൊന്നുമില്ല. അപ്പോൾ നമുക്കിനി എവിടെയെങ്കിലും പോയി ഒരു കഫേ കണ്ടുപിടിക്കാം അല്ലേ? എല്ലാം അടച്ചു കാണുമെന്ന് അറിയത്തില്ല ഈ സമയത്ത്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്തു. വേറെ അടുത്ത് ഞങ്ങൾ കഫേയൊക്കെ തപ്പിക്കാൻ പോകുമ്പോഴേയും അല്ലേ, നമുക്ക് വേറെ കഫേ ഒന്നും കിട്ടിയില്ല. റെസ്റ്റോറൻറ്റുകൾ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്കൊരു അടിപൊളി ഫാം ഹൗസ്, ഒരു സൂപ്പർ ഫാമും അതിൻ്റെ കൂടെ തന്നെ ഫാം കിച്ചൺ, നല്ലൊരു കഫേയും കൂടി അല്ലേ. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ ഈ ഫാമിൽ നിന്ന് തന്നെയുള്ള പച്ചക്കറികൾ, പിന്നെ അത്യാവശ്യം പയ്യെ കോഫി, ഞങ്ങൾ പയ്യും കോഫി വാങ്ങിച്ചത്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം, പീസ്ഫുൾ അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ നിങ്ങളെ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ശാന്തം, സമാധാനം. സത്യം, അതെ അതെ അതെ. അങ്ങോട്ട് ഫുള്ള് പച്ചക്കറി തോട്ടമാണ് അങ്ങോട്ട് മൊത്തം അല്ലേ. ഇവിടെ നമുക്ക് പച്ചക്കറി തൈയും പഴം, പച്ചക്കറികളും കോഫിയും ഇഷ്ടംപോലെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ. രമേ, നിങ്ങളെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണാൻ ഭംഗിക്ക് ഇവിടെ ഒരു ട്രാക്ടർ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് അവിടെ ഒരു പശുവിൻ്റെ ഒരു തടിയിൽ കൊത്തിയ ഒരു സാധനം. തടിയാന്ന് തോന്നുന്നു. അതോ നല്ല രസമുണ്ടോ അതൊക്കെ കാണാനായിട്ട്. പിന്നെ അങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് പച്ചക്കറി തോട്ടവും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഇവരുടെ ഒരു കഫേ. അധികം ആൾക്കാരൊന്നുമില്ല, ഇപ്പം ഞങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് കോഫി കുടിക്കുന്നുള്ളൂ. പിന്നെ അകത്ത് സാധനം വാങ്ങിക്കാനായിട്ട് ഇതുപോലെ ടൂറിസ്റ്റുകൾ കുറേ പേര് വന്നവരൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ കണ്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറി തൈകളൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ അധികം. പിന്നെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, അകത്തേക്ക് ഫുള്ള് പച്ചക്കറിയും പഴങ്ങളും എല്ലാം കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർഗാനിക് സാധനം കിട്ടും ഇവിടെ. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ പൈ കഴിച്ചു നോക്കിയോ? നല്ലതാണല്ലേ. എന്തായാലും ഞങ്ങളുടെ കോഫിയും പയ്യൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കോഫിയും പയ്യൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഏരിയയിലുള്ള ഒരു നല്ല അടിപൊളി ഒരു ഫാം കഫേ ആയിരുന്നു അല്ലേ. നല്ല ആംബിയൻസും ആയിരുന്നു, നല്ല രസമുണ്ട് നമ്മൾ ഇരിക്കാനായിട്ട്. കാണാൻ നല്ല അടിപൊളി ഫാമും കാഴ്ചകളും ഭയങ്കര ശാന്തതയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു നമ്മളിന്ന് പോയത്. നമ്മുടെ കേപ്പ് ഷേങ്ക് ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ആ ബീച്ചും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ മോർണിംഗിലാണുള്ളത്. നമ്മൾ 1-2 സ്ഥലം കൂടെ കാണണമെന്ന് വിചാരിച്ചതാണ്. അതെ, 4 മണിയായി. നമ്മൾ അതിനെ കറങ്ങി അത്യാവശ്യം നടക്കാറുള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയുന്നില്ല. പെട്ടെന്ന് സമയം പോയി. അത് മാത്രമല്ല ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട് വീട്ടിലേക്ക്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റു ചില അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.